ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടയിൽ നിന്ന് വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോൾ സാമ്പാർ, അവിയൽ, പരിപ്പിട്ട് വയ്ക്കുന്ന പച്ചക്കറി ഇതൊക്കെയാണല്ലോ അല്ലേ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. ഇന്ന് ഇതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസത്തിൽ മത്തങ്ങ വെച്ച് നല്ലൊരു കിടിലൻ ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. തേങ്ങയും തരിപ്പോലും ചേർക്കാതെ എരിവും പുളിയും പിന്നെ ചെറിയൊരു മധുരമൊക്കെ കൂടി ചേർന്നിട്ടുള്ള മത്തങ്ങ പുളിങ്കറിയാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് മുന്നേ ചേമ്പ് കൊണ്ട് ഒരു പുളിങ്കറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വളരെ ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ. മാത്രമല്ല നമ്മൾ സാധാരണ മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കാറുള്ള എരിശ്ശേരിയേക്കാൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഈസി മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്താട്ടോ. ഞാനൊരു കുക്കറിൽ ഇവിടെ 500 ഗ്രാം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ തന്നെ വേവിച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ. മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് കുക്കറിൽ അല്ലാതെയും വേവിക്കാം. ഇതിലേക്ക് 2 കപ്പ് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം 1/2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി ഒരു വിസിൽ വരുന്നത് വരെ മാത്രം മത്തങ്ങ വേവിക്കാം. അപ്പൊ അത് വേവുന്ന സമയം കൊണ്ട് കറിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് ഒരു ചെറിയ സബോള, കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയത്, 5-6 വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. സബോളയ്ക്ക് പകരം ചുവന്നുള്ളി കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അതന്നെ എടുക്കാം കേട്ടോ. സബോള അത്യാവശ്യം വഴന്ന് വെളുത്തുള്ളിയുടെ റോസ്മെൽ എല്ലാം മാറി വന്നാൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ തക്കാളി നന്നായി പഴുത്തത് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിപ്പൊടി കൂടി ഇതിന്റെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി മത്തങ്ങ വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി നന്നായി മൂത്ത് തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നാൽ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ വേവിക്കുമ്പോൾ 2 കപ്പ് പുളി പിഴിഞ്ഞതിന്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാട്ടോ. മത്തങ്ങ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നത് കൊണ്ട് മസാലയിലേക്ക് വേറെ ഉപ്പ് ചേർത്തിരുന്നില്ല. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ നല്ലതായിരിക്കും. ഓൾറെഡി അത്യാവശ്യം പഴുത്ത മത്തങ്ങയാണെങ്കിൽ പിന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മത്തങ്ങയുടെ മധുരം തന്നെ മതിയാകും. ഇനി കറി നന്നായി ഒന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായി നമുക്ക് കറി ഒന്ന് കടുക് വറുക്കണം. അതിനായി ചെറിയ പാൻ ഒന്ന് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നാൽ കടുക് ചേർക്കാം. കടുക് മുഴുവനായി പൊട്ടിയാൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 4-5 ചുവന്ന മുളക് കഷ്ണങ്ങളാക്കിയതും കുറച്ചുകൂടെ കറിവേപ്പിലയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എല്ലാ പുളിങ്കറിയുടെ പോലെ തന്നെ ഇതിന് ഇരിക്കും തോറും ടേസ്റ്റും കൂടും. മത്തങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ ചേമ്പ് പുളിങ്കറിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അതാത് വീഡിയോയുടെ അടിയിൽ കമന്റ് ആയി അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ആയി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.